പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന പരാമർശം തിരുത്തി മുൻ മന്ത്രി ജി സുധാകരൻ. ബാലറ്റ് തുറക്കുകയോ തിരുത്തുകയോ ചെയ്തിട്ടില്ല. താൻ ഭാവന കൂട്ടിയാണ് പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയതെന്ന് പറഞ്ഞതെന്നും സുധാകരൻ പറഞ്ഞു. സുധാകരന്റെ പരാമർശത്തിൽ അന്വേഷണത്തിന് പോലീസ് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. അതൊക്കെ തെറ്റായ കാര്യം. യൂണിയനിൽപ്പെട്ടവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടനയിൽ പറയുന്നത് രാഷ്ട്രീയമില്ല. നിങ്ങളുടെ സംഘടനയിൽ ഏത് പാർട്ടിപ്പെട്ടവരും ചേരാം. പക്ഷെ ഒട്ടിച്ച് തന്നാൽ ആരും അറിയില്ല എന്ത് കാര്യം. എല്ലാ പാർട്ടികളും ഞങ്ങൾ ഒട്ടിക്കും. ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരിച്ച് എല്ലാ പേരും കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരിച്ച് ഞാൻ ഇലക്ഷൻ സെക്രട്ടറി അല്ല, ഞാനാ സെക്രട്ടറി. അപ്പോൾ ഞങ്ങളിട്ടു. ആലപ്പുഴയിൽ NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിലായിരുന്നു 36 വർഷം മുൻപ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടത്തിയെന്ന ജി സുധാകരന്റെ ഈ വെളിപ്പെടുത്തൽ. KV ദേവദാസ് CPIM സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിച്ച 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന താൻ ഉൾപ്പെടെയുള്ളവർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പോസ്റ്റൽ ബാലറ്റ് പൊട്ടിച്ച് തിരുത്തിയെന്നായിരുന്നു സുധാകരൻ പറഞ്ഞത്. ഇത് വിവാദമായതിന് പിന്നാലെയാണ് സുധാകരൻ പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിഞ്ഞത്. താൻ പൊതുവെ പറഞ്ഞതാണ് അത്. ഒപ്പം കുറച്ച് ഭാവന കൂടി ചേർത്തു. ഒരു തവണ പോലും ബാലറ്റ് തുറന്നു നോക്കുകയോ കള്ളവോട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. അതിനിടെ വിവാദ പരാമർശത്തിൽ ഇടപെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേസെടുക്കാൻ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകി. അതിനിടെ 36 വർഷം പഴക്കമുള്ള സംഭവമായതിനാൽ രേഖകൾ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടാണ് പോലീസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ പോലീസ് നിയമോപദേശം തേടി. നേരത്തെ അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.